ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ സെക്കൻഡ് മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്, മാൻ പവർ ഫോർകാസ്റ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് പോളിസി, ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ HRM, ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസൈൻ, ജോബ് റീഡിസൈൻ, ജോബ് ഇവാലുവേഷൻ. ദെൻ റിക്രൂട്ട്മെൻറ്റ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് തൊട്ട് തുടങ്ങാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ ഒന്നുകിൽ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നു. രണ്ടും സെയിം മീനിങ് ആണുള്ളത്. ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ HRM പറയുന്ന സമയത്ത് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നുകിൽ നമ്മളതിനെ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും പറയുന്നു. ബോത്ത് ആർ സെയിം. സോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It is a systematic and continuous process of analyzing an organization's workforce needs under changing conditions and developing personnel policies appropriate to long-term effectiveness of the organization. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് HRMൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, മാനേജറിയൽ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷനുണ്ട്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എംപ്ലോയീസിനെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് പ്രൊക്യൂർമെൻറ്റ്. സോ ഈ പ്രൊക്യൂർമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട്. സോ HRMൽ നമ്മൾ മാനേജറിയൽ ഫംഗ്ഷനിൽ പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സാധാ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിൻ്റെ പ്ലാനിങ് പോലെ തന്നെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഓക്കെ. സോ ഇവിടെ ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിച്ച് എത്രത്തോളം വർക്ക് ഫോഴ്സിന് നമ്മൾ ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ട്, ഏത് ടൈപ്പ് വർക്ക് ഫോഴ്സിനെയാണ് നമുക്ക് ഓർഗനൈസേഷനിൽ ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന എന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ്. ബിക്കോസ് ത്രൂ ഔട്ട് ഒരു ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം നമുക്ക് എന്ത് വേണ്ടി വരും? പ്ലാനിങ് വേണ്ടി വരും. കാരണം ഹ്യൂമൻ റിസോഴ്സസിന് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ടാവില്ല. അവിടെ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? റിട്ടയർമെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിസിഗ്നേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ, ഫ്രഷ് എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. സോ സിമ്പിളായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്ങിനെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർഡ് ഫോർ എൻ ഓർഗനൈസേഷൻ. എത്രത്തോളം മാൻ പവർ വേണം, ഏത് ടൈപ്പ് മാൻ പവർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് പറയാം, ഈ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഇറ്റ് ഈസ് നെസസറി ടു എൻഷുവർ ആഡ്വക്കേറ്റ് സപ്ലൈ ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് മോസ്റ്റ് വാല്യുബിൾ ഹ്യൂമൻ റിസോഴ്സസ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിന് ആവശ്യമുണ്ട്, പക്ഷേ ഏതെങ്കിലും ടൈപ്പ് ഹ്യൂമൻ റിസോഴ്സസ് പോരാ. എങ്ങനെ വേണം? നമ്മൾ ഏത് ജോബിനാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അത് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആകണം. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്ലൈ വേണം. സോ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്ങിലൂടെ നമുക്കൊരു പെർഫെക്റ്റ് മാച്ച് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുണ്ടാക്കാം. എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മാൻ പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിമാൻഡ് ഓഫ് മാൻ പവർ എന്ന് പറയുന്നത് ഫ്രം ദ സൈഡ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടായിരിക്കും? ആവശ്യമുണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സസിന് ആവശ്യമുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മളുടെ എക്കണോമിയും ഉണ്ടായിരിക്കും. സപ്ലൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, നമ്പർ ഓഫ് പേഴ്സൺസ് നമ്മളുടെ ഈ ഒരു എക്കണോമിയിൽ അവൈലബിൾ ആണ്. സോ ഈ സപ്ലൈ നമുക്ക് ഓരോ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കണ്ടെത്തുകയും നമ്മുടെ ജോബിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഈ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ കണ്ടെത്തുക, അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പെർഫെക്റ്റ് മാച്ച്, ഡിമാൻഡും സപ്ലൈയും തമ്മിലൊരു മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റ് ഫങ്ഷൻ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. So next comes to the definition. According to Jaisler,
Manpower planning is the process of including, forecasting, developing, and controlling by which a firm ensures that it has the right number of people, the right kind of people, at the right place, at the right time, doing work for which they are economically most useful. ഓക്കെ, സോ ഈ ഡെഫിനേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഡിങ്, ഫോർകാസ്റ്റിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് കൺട്രോളിങ്. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് കൺട്രോളിങ് ബൈ വിച്ച് എ ഫേം എൻഷ്യൂർസ് ദാറ്റ് എന്താണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. റൈറ്റ് നമ്പർ ഓഫ് പേഴ്സണൽ. ഒരു ഓർഗനൈസേഷനിൽ 100 എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷനിൽ 100 എംപ്ലോയീസിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് 100ൽ കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസ് വർക്ക് ഫോഴ്സ് ആയിരിക്കും, നമ്മൾ അതിനനുസരിച്ചിട്ട് എക്സസ് പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്കതൊരു ഓവർ ബേർഡൻ ആണ്. അതേസമയം നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇതിലേക്ക് ലീഡ് ചെയ്യും, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസിലേക്ക് ലീഡ് ചെയ്യും. സോ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ട്. സിമിലർലി ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഓരോ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. സോ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള, അയാളുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അയാളുടെ സ്കില്ല് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബിലേക്ക് വേണം അപ്പോയിൻറ്റ് ചെയ്യാൻ. അതേസമയം ഒരു MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ മാനേജീരിയൽ ലെവലിലേക്ക് ആവശ്യമായിട്ടുള്ള ജോബിലേക്കാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. സോ ഓരോ ജോബിന് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ ജോബിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം അപ്പോയിൻറ്റ് ചെയ്യാൻ. സോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, കാരണം ഏത് ടൈപ്പ് പേഴ്സണലിനെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വിളിക്കുന്ന സമയത്ത് പത്രത്തിലൊക്കെ പരസ്യം കാണും, ഇന്ന ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. അതിൽ താഴെ പറയും ഇത്ര ക്വാളിഫിക്കേഷൻ, ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് ഈ ജോബിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും ആ ജോബിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് വേണം ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. സോ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് കാലിബറാണ് വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിൻ്റെ ഏത് ഫംഗ്ഷനാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് തീരുമാനിക്കുന്നത്. സോ മാൻ പവർ പ്ലാനിങ്ങിൽ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡിസൈഡ് ചെയ്യുന്നു, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ്. റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത്, റൈറ്റ് പ്ലേസിൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ഇതിനനുസരിച്ചും അയാളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓർഗനൈസേഷനിൽ തന്നെ പല ലെയേഴ്സ് ഉണ്ടായിരിക്കും, പല ലെവൽസ് ഉണ്ടായിരിക്കും. ഈ ലെവൽസിലൊക്കെ ഓരോ ടൈപ്പ്, ഇപ്പോൾ മിഡിൽ ലെവലിലാണെങ്കിൽ തന്നെ പല കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ എംപ്ലോയീസിനും ആ എത്തേണ്ട ലെവലുകളിൽ എത്തിയാൽ മാത്രമേ അവരെ ആ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്നാൽ എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ റൈറ്റ് പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം. നമ്മളെപ്പോഴും ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ട സമയത്ത് തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. നമ്മൾ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ ആവശ്യമായിട്ടുള്ള സമയത്ത് തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് അവരെ പ്ലേസ് ചെയ്ത് മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഉള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഡൂയിങ് ദി വർക്ക് ഫോർ വിച്ച് ദേ ആർ എക്കണോമിക്കലി മോസ്റ്റ് വാല്യുബിൾ. അവർ നമ്മൾ ഏറ്റവും നമുക്ക് സപ്ലൈ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള സപ്ലൈ അല്ല ഉള്ളത്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് നമ്മളെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, എത്ര നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് ആണ് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ ഏത് ടൈമിൽ നമ്മൾ അവരെ അപ്പോയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നമ്മൾ അവരെ അതാത് സമയത്ത് പ്രൊമോഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിമോഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ ഡൂയിങ് ദ വർക്ക് ഫോർ വിച്ച് ദേ ആർ എക്കണോമിക്കലി മോസ്റ്റ് വാല്യുബിൾ. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അവരെ കൊണ്ട് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും പോസ്റ്റിലേക്ക് ഏതെങ്കിലും ക്വാളിഫിക്കേഷനുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അത് കറക്റ്റായിട്ടുള്ള സമയത്ത് റൈറ്റ് വേയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും പ്രോപ്പറായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വേണമെന്ന് പറയുന്നത്. ഓക്കെ.
സോ ഫ്രം ദിസ് ഡെഫിനിഷൻ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നറിയാം പ്ലാനിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ. The next, it is the process of estimating manpower requirements of an organization. എത്രത്തോളം മാൻപവറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്, എത്ര നമ്പർ, ഏത് ടൈപ്പ്, ഏത് കൈൻഡ് ജോബിലേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, then it is a continuous process. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഇറ്റ് എയിംസ് അറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇവിടെ നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ അവരുടെ കാലിബറിനനുസരിച്ചിട്ടുള്ള അവരുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള ജോബിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതേസമയം ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കാലിബർ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്കില്ല് കാണിക്കാൻ പറ്റാത്തൊരു പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെ ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so the next one ensures synchronization of demand and supply of human resources. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നല്ലൊരു പ്രോപ്പർ മാച്ച് ഉണ്ടായിരിക്കണം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ. ദെൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ. ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്ങിന് 2 ഡയമെൻഷൻ, അതായത് ക്വാളിറ്റേറ്റീവ് ഡയമെൻഷനും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷനും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണ വേണം. അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ്, ഏത് ക്വാളിറ്റി ഉള്ള, ഏത് ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു നല്ല ധാരണ വേണം. അപ്പോൾ 2 ഡയമെൻഷൻസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മാൻ പവർ, whereas qualitative എന്ന് പറയുമ്പോൾ the skill or talents required for the manpower. Okay, the next one ടൈം ആൻഡ് ഡയമെൻഷൻ. ടൈം ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, HR ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പലതരത്തിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ലോങ് ടേം ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് നമ്മൾ ദീർഘകാലത്തേക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇതാണ്. അതേസമയം ഷോർട്ട് ടേം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒരു ചെറിയ പീരീഡ് കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ലോങ് പീരീഡിലേക്കോ ഷോർട്ട് പീരീഡിലേക്കോ ഒക്കെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. സോ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ലോങ് ടേം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും ഷോർട്ട് ടേം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും. സോ ടൈമിനും നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ദ നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ എന്തൊക്കെയായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതും വളരെ ക്ലിയർ ആണ്. എന്നാലും നമുക്കത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. ആക്യുറേറ്റ് അസസ്മെൻറ്റ് മീൻസ്, ആക്യുറേറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല സിറ്റുവേഷൻസും ഒരു ഓർഗനൈസേഷനിൽ വരും. അതായത് റിട്ടയർമെൻറ്റ് ആയാലും ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ നിന്ന് ലേബറേഴ്സ് കൊഴിഞ്ഞു പോവുക, അതായത് അവരിവിടെ ഒഴിവാക്കിയിട്ട് വേറെ സ്ഥാപനങ്ങളിലേക്ക് പോവുക. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ എംപ്ലോയീസിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് കറക്റ്റ് അസസ്മെൻറ്റ് ഉണ്ടാക്കണം. അതായത് ഏത് ടൈപ്പ്, ഏത് പോസ്റ്റിലേക്കാണ് പിന്നെ എംപവർ. നമ്മൾ പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലാനിങ് നടത്തുന്നു ആദ്യം. അത് കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ നമ്മൾ അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തണം. ദ നെക്സ്റ്റ് വൺ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഓൾറെഡി പറഞ്ഞതാണ്, ഹ്യൂമൻ റിസോഴ്സസിനെ ഫുള്ളി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ്. ദെൻ ഇൻവെൻറ്ററിയിങ് ഓഫ് പേഴ്സണൽ. ഇൻവെൻറ്ററിയിങ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ, ഇൻവെൻറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കാണ് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഗനൈസേഷനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മൾ ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പേഴ്സണൽ എന്ന് പറയുന്ന ആ ഒരു അസറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്യണം.
അതായത് സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള എത്രയാണ് അവരുടെ വർക്കിംഗ് ഡീറ്റെയിൽസ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ, അവരുടെ ട്രെയിനിങ് എന്താ, അവരുടെ പ്രൊഫഷണൽ സ്കിൽ എന്താണ്, അവരുടെ പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, ജോബിനോടുള്ള പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, ആ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഇൻവെൻറ്ററിയിങ് ഓഫ് പേഴ്സണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് കീപ്പിംഗ് വർക്കിംഗ് ഡീറ്റെയിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഓക്കെ. The next one, helpful in recruitment, selection and training. നമുക്കറിയാം ഈ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വരുന്ന സ്റ്റെപ്സാണ്, പ്രൊക്യൂർമെൻറ്റ് കഴിഞ്ഞാൽ വരുന്ന സ്റ്റെപ്സാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്. ഇതൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, അതായത് നല്ലൊരു പ്ലാനിങ് ആവശ്യമാണ്. ദ നെക്സ്റ്റ് വൺ, അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ, നമുക്ക് പ്രൊഡക്ഷനിൽ തടസ്സമില്ലാത്ത രീതിയിൽ, തടസ്സം ഉണ്ടാവണ എപ്പോഴാണ്, നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ലേബർ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ആബ്സെൻറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ എന്തുണ്ടാകും, പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യും. സോ ഈ പ്രൊഡക്ഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. ദ നെക്സ്റ്റ്, അസസ് സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 100 എംപ്ലോയീസ് ആണ് ഓർഗനൈസേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, കുറവ് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. സപ്പോസ് നമ്മൾ കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് സർപ്ലസ് ആണ്. ആ സർപ്ലസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സർപ്ലസ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള എംപ്ലോയീസിന് കിട്ടുന്ന എമൗണ്ടും കൂടെ ഈ സർപ്ലസ് സ്റ്റാഫ് കാരണം കുറയും. അതേപോലെ തന്നെ ഷോർട്ടേജ് ഉണ്ടാക്കുന്നതും നല്ലൊരു സിറ്റുവേഷൻ അല്ല. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നമുക്ക് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് നമ്പർ നമുക്ക് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സർപ്ലസോ അല്ലെങ്കിൽ ഷോർട്ടേജോ നമുക്ക് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. Then last one, to meet the needs of expansion and diversification programs. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസേഷനിൽ പിന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ടാകുന്ന കാലത്തോളം നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പാൻഷനോ ഡൈവേഴ്സിഫിക്കേഷനോ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവിടേക്കും ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്.